പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പ്രകോപനം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ അതിർത്തികളിൽ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ഷഹബാസ് ഷെരീഫിന്റെ ഒരു എക്സ്പോസ്റ്റ് ഈ ഘട്ടത്തിൽ വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഒരു ഒഫീഷ്യലായോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലൊരു പ്രതികരണമോ ഒന്നും കണ്ടതല്ല. ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ഒരു എക്സ്പോസ്റ്റ് വരുന്നു. വി താങ്ക് പ്രസിഡന്റ് ട്രംപ് ഫോർ ഹിസ് ലീഡർഷിപ്പ് ആൻഡ് പ്രൊആക്റ്റീവ് റോൾ ഫോർ പീസ് ഇൻ ദ റീജിയൻ എന്ന രീതിയിൽ തുടങ്ങുന്നു ആ എക്സ്പോസ്റ്റ്. അതിൽ പാകിസ്ഥാൻ അപ്രീഷിയേറ്റ്സ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദിസ് ഔട്ട്കം വിച്ച് വി ഹാവ് അക്സെപ്റ്റഡ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുകയാണ്. ആ രീതിയിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ അമേരിക്കയെയും ഡൊണാൾഡ് ട്രംപിനെയും കോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രതികരണം നടത്തുന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ഇഷാഖ്ദാർ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് അത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ധാരണ എത്തി, ഈ വെടിനിർത്തലിൽ നിന്ന് സമ്മതം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കയുടെ ഈ വിഷയത്തിലെ ഇടപെടലിനെയും കൃത്യമായി കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതിൽ ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ രീതിയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷ സാഹചര്യമൊക്കെ മാറുന്നതിലും ആ പ്രദേശത്ത്, അതായത് ഈ സൗത്ത് ഏഷ്യയിലേക്കുള്ള സമാധാന ശ്രമങ്ങളൊക്കെ വീണ്ടും സജീവമാക്കുന്നതിലുമൊക്കെ ഇടപെട്ട അമേരിക്കയ്ക്ക് നന്ദി എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് എക്സിൽ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് കുറിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 2 ദിവസം മുൻപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടേക്ക് മാറി എന്നതൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പരന്നതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഈ രീതിയിലൊരു പോസ്റ്റ് പാകിസ്ഥാന്റെ ഭാഗത്തും ഔദ്യോഗികമായിട്ട് അല്ലെങ്കിലും എക്സ്പോസ്റ്റിൽ ഈ രീതിയിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എക്സ് ഹാൻഡിലും ഒരുപാട് പുതിയ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും 2 മിനിറ്റ് മുൻപ് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് പാകിസ്ഥാൻ എന്ന എക്സ് ഹാൻഡിൽ വന്നൊരു പോസ്റ്റ് കൂടിയുണ്ട്. അതിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ കൂടി ആയിട്ടുള്ള ഇഷാഖ്ദർ ഗ്രീസിന്റെ ഫോറിൻ മിനിസ്റ്ററുമായി സംസാരിച്ചു എന്നാണ്. അത്തരം കാര്യങ്ങൾ ഈ പാകിസ്ഥാനും ഇന്ത്യയ്ക്കും ഇടയിലുള്ള ഈ വെടിനിർത്തലിനെ കുറിച്ചൊക്കെ കൃത്യമായി അവരെ ധരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഗ്രീസിന്റെ ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാന്റെ ഈ കമ്മിറ്റ്മെന്റിനെ അഭിനന്ദിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകൾക്കിടയിലാണ് ഈ രീതിയിൽ ഈ കാര്യങ്ങൾ കൃത്യമായി മുൻനിർത്തിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പോസ്റ്റുകളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ മണിക്കൂറിൽ പക്ഷേ ഇന്ത്യൻ അതിർത്തിയിൽ വീണ്ടും പാക് ഡ്രോണുകൾ കണ്ടെത്തിയതാണ് വീണ്ടും വാർത്തയിൽ ഇടം പിടിക്കുന്നത്. നമുക്ക് ശ്രീനാഥ് ചന്ദ്രനിലേക്കും ഒപ്പം തന്നെ വിനീത വിജിയിലേക്കും ഒക്കെ ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. നമുക്ക് ആദ്യം വിനീതയിലേക്ക് പോകാം. വിനീത, അമൃത്സറിലേക്ക് സിറ്റുവേഷൻ എന്താണ് നിലവിൽ? ഈ പറയുന്ന ഒരു ബ്ലാക്ക് ഔട്ട് ആണെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. എവിടെയെങ്കിലും അത്തരത്തിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ, അതായത് പോലീസും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടമൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് മടങ്ങുക, അതോടൊപ്പം തന്നെ ലൈറ്റുകൾ അണച്ച് ഇരിക്കുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ നൽകി എന്ന് നമ്മൾ അറിഞ്ഞതാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടം ഈ രീതിയിൽ ഈ അമൃത്സറിൽ കണ്ടെത്തിയ ഡ്രോണുകളെ കുറിച്ചും അല്ലെങ്കിൽ വീണ്ടും ഒരു ജാഗ്രതയോടെ ഇരിക്കേണ്ടതിന്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ വിവരിച്ചു എന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. വിവരങ്ങൾ പറയൂ. തീർച്ചയായും പ്രജൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഉള്ള അമൃത്സറിൽ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നാലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആളുകൾ വീടുകളിൽ സുരക്ഷിതരായി കഴിയുക എന്നുള്ളത് തന്നെയാണ് ആ നിർദ്ദേശം. ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇന്ന് വൈകിട്ടൊക്കെ വലിയ സജീവമായി മാറിയ ഒരു നഗരമാണ് നമുക്ക് ഈ അമൃത്സറിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പതിവിലും കടകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു. കച്ചവടക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വലിയൊരു ആശ്വാസത്തിൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ ഈ ആളുകളുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത്, ഈ വെടിനിർത്തൽ വന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ ഈ മേഖലകളിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇനി എത്തിത്തുടങ്ങും എന്നൊക്കെയുള്ളൊരു പ്രത്യാശ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ വീണ്ടും ആശങ്കയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമുക്ക് പഞ്ചാബിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവിധ മേഖലകളിൽ ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. ഗുരുദാസ്പൂരിലും അമൃത്സർ കേന്ദ്രീകരിച്ചും ഡ്രോണുകൾ എത്തിയതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. അതിൽ 10-12 ഡ്രോണുകൾ ഈ അമൃത്സറിനെ കേന്ദ്രീകരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നതായിട്ടാണ് വിവരം. ഇത് സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ, കൂടുതൽ ഔദ്യോഗിക വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് പിന്നീട് ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശത്തിലാണ് ആളുകൾ കൃത്യമായി ജാഗ്രത പാലിക്കണം അടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പഞ്ചാബിലെ മറ്റു മേഖലകളിലേക്കൊക്കെ തന്നെ വൈദ്യുതി വിച്ഛേദിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പത്താൻകോട്ടാണ്. ഈ പത്താൻകോട്ട് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഒരു ആക്രമണം നമ്മൾ കണ്ടതായിരുന്നു. കാരണം അവിടെ ഈ സൈനിക ആസ്ഥാനമൊക്കെയുള്ള മേഖലയാണ്. തുടരെ പാകിസ്ഥാൻ ഓരോ ഘട്ടത്തിൽ ആക്രമിക്കുമ്പോഴും ഈ പത്താൻകോട്ടിനെ ലക്ഷ്യമിടുന്നതും നമ്മൾ കണ്ടതായിരുന്നു. ഈ പത്താൻകോട്ടിൽ ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി
ഒരു വാർത്താ സമ്മേളനം ഉടൻ നടത്താൻ പോകുന്നു എന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഘട്ടത്തിൽ ഈ സമയത്ത് അത്തരത്തിലൊരു മീഡിയ ബ്രീഫിങ്ങിന് വിദേശകാര്യ സെക്രട്ടറി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമോ അറിയിപ്പോ ഉണ്ടാകും എന്നുറപ്പാണ്. ഇപ്പോൾ അല്പസമയം മുൻപാണ് അത്തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ടു ഹോൾഡ് മീഡിയ ബ്രീഫിംഗ് ഷോർട്ട്ലി എന്ന് പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളെ കാണാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തീരുമാനിച്ചിരിക്കുന്നു. എങ്കിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ടാകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, അപ്പോൾ ചില കാര്യങ്ങൾ കൂടി ഇനി സൂചിപ്പിക്കാനുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് എന്ന കാര്യം വ്യക്തമാണ്. നിലവിലെ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് അത് കൃത്യമായി പഠിച്ച് പരിശോധിച്ച ശേഷമാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണാൻ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. എപ്പോൾ ഉണ്ടാകും ആ വാർത്താ സമ്മേളനം എന്നറിയുന്നുണ്ടോ? പ്രജിൻ, ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു വാർത്താ സമ്മേളനം ഉടൻ വിളിക്കും. അതിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കഴിഞ്ഞ മണിക്കൂറിൽ പലയിടങ്ങളിലായി ഇത്തരം ഡ്രോണുകളുടെ സാന്നിധ്യവും ആക്രമണവും വെടിവയ്പും, അതായത് ഈ ഷെല്ലിംഗ് ആക്രമണം പോലുള്ളവ ജമ്മു കാശ്മീരിൽ ഉണ്ടായി. ഗുജറാത്ത് തീരത്ത്, കച്ച് തീരത്ത് ഇത്തരത്തിൽ ഡ്രോണുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായി അവിടുത്തെ ആഭ്യന്തര മന്ത്രി പറയുന്നു. ജമ്മു കാശ്മീരിൽ ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടായതായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു. എന്തായാലും അത്തരം പശ്ചാത്തലം ഇതിനുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു വാർത്താ സമ്മേളനം അടിയന്തരമായി വിളിക്കും എന്നൊരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായാൽ ഉറപ്പായും എന്താണ് കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ഒരു വിശദീകരണം, ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു വ്യക്തമായ വിശദീകരണം ലഭിക്കും. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ്റെ ഭരണകൂടം അറിയാതെയുള്ള സൈന്യം, പാക് സൈന്യം സ്വന്തമായി എടുത്ത ഒരു തീരുമാനമാണോ ഉണ്ടായത്, അതിർത്തിയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഇതിൻ്റെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടിയാണോ ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. എന്താണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, സമീപനം എന്ന കാര്യത്തിലും ഒരു വ്യക്തത ലഭിക്കും എന്നാണ് ഈ വാർത്താ സമ്മേളനം ഉണ്ടായാൽ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. അതിലൂടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണം ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വ്യാപക പാകിസ്ഥാൻ ഡ്രോണുകളുടെ സാന്നിധ്യവും ആക്രമണവും അത് ഇന്ത്യ കൃത്യമായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം കൃത്യമായ ഒരു വിശദീകരണം ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങൾ, അത് പാകിസ്ഥാൻ ആയാലും ഇന്ത്യ ആയാലും, ഇതിൽ രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഈ ചർച്ചയിൽ ഇടപെട്ടതെന്നും ഒരു മൂന്നാം കക്ഷി ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വന്നതെങ്കിൽ ഇപ്പോൾ അല്പസം മുൻപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ അമേരിക്കയുടെ ഈ വിഷയത്തിലെ ഇടപെടലിലും അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് വന്നിരുന്നു. ഇനിയിപ്പോൾ വിക്രം മിശ്രി എന്താണ് സൂചിപ്പിക്കാൻ പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതിനായി കാത്തിരിക്കുകയാണ്. ചെറിയ ഇടവേള, തിരികെത്താം.